നമ്മൾ ORV ചാപ്റ്റർ 1 നിർത്തിയത് ഹീറോ തൻ്റെ ഈ ഒരു ഹോൾ റിയാലിറ്റിനെ ചേഞ്ച് ആയി പറഞ്ഞിട്ട് മനസ്സിലാക്കി പറഞ്ഞിട്ടായിരുന്നു ചാപ്റ്റർ 1 നമ്മൾ നിർത്തിയിട്ടുള്ളത്. ചാപ്റ്റർ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു എന്താ പറയുക ഒരു വേർഡ് ഉച്ചരിക്കാൻ തുടങ്ങി, ഡോക്കാബി ഡോക്കാബി. സോ ഈ ഡോക്കാബി എന്ന് നോക്കിക്കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു കൊറിയ ഈ ഡോക്കാബി എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് മിത്തിക്കൽ ഒരു ക്രീച്ചറാണ്, കൈൻഡ് ഓഫ് ഒരു ഗോബ്ലിൻ എന്നൊക്കെ പറയാം. സോ ആൾക്കാർ ഈ ഒരു പേര് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ഇത് വിശ്വസിക്കുന്നില്ല, കാരണം ഇത് നോവലിലും അതുപോലെ തന്നെ ഭയങ്കര മിത്തിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. സോ ആരും ഈ പറയുന്ന ഒരു വേർഡ് കേട്ടിട്ട് നമ്മുടെ ഹീറോ വിശ്വസിക്കുന്നില്ല. എന്താ പറയുക, ഈ ട്രെയിൻ സ്റ്റോപ്പ് ആകുന്നത് ഒരു നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അത് സ്റ്റോപ്പ് ആകുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ഡോക്കാബി എന്താ പറയുക, നോവൽ മാത്രം കണ്ടുവരുന്ന സാധനം ഒരിക്കലും ഈ റിയൽ ലൈഫിൽ വരില്ല പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ കൂടെയുള്ള ഈ ഒരു ഫീമെയിൽ ക്യാരക്ടർ സാങ് ഉച്ചരിക്കാൻ തുടങ്ങി, ഡോക്കാബി ഡോക്കാബി. സോ നമ്മളെ ഹീറോ ആ നോവലിൽ എങ്ങനെയാണ് ഈ ഒരു ഡോക്കാബിനെ ഡിസ്ക്രൈബ് ചെയ്തതെന്ന് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നമ്മളെ നോവലിൽ എങ്ങനെയാണ് അതിൻ്റെ അപ്പിയറൻസ് പറയുന്നത്. വിത്ത് 2 സ്മോൾ ഹോൺസ്, 2 ചെറിയ കൊമ്പ്, ഒരു ചിരി, എയറിൽ പറക്കുന്ന ഒരു ഫ്ലഫി ആയിട്ടുള്ള കുഞ്ഞൊരു സാധനം. ചിലവരതിനെ ഫെയറി എന്ന് പറയും, ചിലവരതിനെ ഏഞ്ചൽ എന്ന് പറയും, ചിലവരതിനെ ഡീമൺ എന്ന് പറയും എന്നൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പേരാണ് ഡോക്കാബി. അപ്പം നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഡോർ പൊളിച്ചിട്ട് വരികയായിരിക്കും നമ്മുടെ ഡോക്കാബി. നമ്മുടെ ഈ നോവലിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതേയുള്ള സാധനം, എയറിൽ പറക്കുന്ന 2 ചെറിയ കൊമ്പുള്ള ചെറിയ ഫ്ലഫി ആയിട്ടുള്ള ഒരു സാധനം, ഡോക്കാബി. സോ നമ്മുടെ ഈ ഡോക്കാബി എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം അതിൻ്റെ അത് പറയേണ്ടത്, അവിടെയുള്ള ആൾക്കാർ, ആ സബ്വേ ഒരു ട്രെയിനിൽ കമ്പാർട്ട്മെൻറ്റിലുള്ളവരോട് പറയേണ്ടത്. സോ എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ലാംഗ്വേജ് ആർക്കും മനസ്സിലാവുന്നില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതെന്ത് വിർച്വൽ റിയാലിറ്റി ആണോ, ചിലർ എന്താ സാധനം, ഇവിടെ എന്താ ഫിലിം ചെയ്യാണോ, അങ്ങനെ എല്ലാവർക്കും ഓരോ ഡൗട്ടാണ്. ഹീറോ അവിടെ കയ്യും കാലും വിറച്ചിട്ടിരിക്കണേ, അതായത് താൻ വായിച്ചുള്ള നോവലിൽ തീർച്ചയായും ഇമ്പോസിബിളായി നടക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ താൻ വിറ്റ്നസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. സോ പിന്നീട് നമ്മൾ ഡോക്കാബി കാമായിട്ട് അവൻ്റെ കൊറിയൻ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മൈക്ക് ടെസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഡോക്കാബി പറയുന്നുണ്ട് ഈ കൊറിയയിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ഭയങ്കര പാടാണല്ലോ പറഞ്ഞിട്ട് പറയണേ. സോ അപ്പോൾ അടുത്തുള്ളവരുത്തും പറയണ്ടേ, താനിപ്പോൾ എന്താ ചെയ്യുന്നത്, എനിക്കിപ്പോൾ ഒരു സിനിമ എൻ്റെ ഓഡീഷൻ ഉണ്ട്, ട്രെയിനൊന്ന് വേഗം മൂവ് ചെയ്യും, വേറെ തന്നെ ആ മൂവി തനിക്ക് ആരാടോ ഇതിനുള്ള ഓതറൈസേഷനൊക്കെ തന്നിട്ട് ട്രെയിൻ നിർത്താൻ പറഞ്ഞിട്ട് മൂവ് ചെയ്യും പറഞ്ഞിട്ട് എല്ലാവരും ഓരോ കംപ്ലയിൻറ്റ് പറയുക. സോ ഒരു കുട്ടി വരെ ചോദിക്കുന്നുണ്ട്, മമ്മി അതെന്താ ആനിമെ കോസ്പ്ലേ ആണോ, മീൻസ് അതൊരു ആനിമെ ക്യാരക്ടറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ എല്ലാവരും ഓരോന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്കാബിൻ്റെ പറയുന്നത്. സോ നമ്മുടെ ഡോക്കാബി കാമായി എവരിബഡി പ്ലീസ് കാം ഡൗൺ പറയുന്നുണ്ട്. പക്ഷേ ഇവന്മാർ എന്താ പറയുക, ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന കാര്യം കോമൺ ആയിട്ടുള്ളൂ. സോ നമ്മുടെ ഡോക്കാബിക്ക് അങ്ങനെ സഹിച്ചില്ല. ഐ സെഡ് കാം ഡൗൺ. പറഞ്ഞിട്ടുള്ള എല്ലാത്തിൻ്റെയും തല ബ്ലാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒബ്വിയസ്ലി ഒരാളിത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പാനിക് ആവുമല്ലോ. അങ്ങനെ ഹോൾ കമ്പാർട്ട്മെൻറ്റ് പാനിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. നമ്മൾ ഡോക്കാബി ഈ ഒരു പ്രശ്നമെല്ലാം ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പറയണ്ടേ, ഇതൊരു നോവലോ ഇതൊരു ഡ്രീമോ അല്ല, നിങ്ങൾ ഇത്ര കാലം ജീവിച്ചിട്ടുള്ള റിയാലിറ്റിയോ അല്ല, മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് ഒന്നും ഫ്രീ അല്ല. സോ യു ഹാവ് ടു ഏൺ യുവർ ഓൺ ലിവിങ്. അപ്പോൾ കേൾക്കുന്നു ഇതെല്ലാം കേട്ടിട്ട് ഒരുത്തൻ മെയിൻ ഒരു കോട്ടസോടുള്ള ഒരുത്തൻ വന്നിട്ട്, എനിക്ക് പൈസ അല്ലേ വേണ്ടത്, എത്ര പൈസ വേണമെങ്കിൽ ഞാൻ തരാൻ പറഞ്ഞിട്ട് പറയണ്ടേ. അതാ നോക്കിയാൽ നമ്മളെ സാങ് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മാനേജറാണ്. സോ അവൻ്റെ പേരെന്തായിരുന്നു, തൽക്കാലം ഇവന് ഹാൻ എന്നൊരു പേര് കൊടുക്കാം. സോ ഈ ഹാൻ പറഞ്ഞാൽ ഭയങ്കര ഫിൽത്തി റിച്ച് പോലൊരു ടൈപ്പുള്ള ടീമാണ്. ഇവൻ്റെ ഈ ഒരു പൈസ കണ്ടിട്ട് ഇവൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. സോ ഈ ഒരു പൈസ വെച്ചിട്ട് നമ്മുടെ ഈ ഡോക്കാബിനെ എന്നെ ബ്രൈബ് ചെയ്യാൻ നോക്കുകയാണ്. സോ നമ്മുടെ ഹാൻ എന്ത് ചെയ്യുക പറഞ്ഞാൽ, ഇതെൻ്റെ ബിസിനസ് കാർഡ്, ഒരു കാർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പിന്നെ പൈസ മനസ്സിലായി എത്ര വേണം ചോദിക്കുന്നത്, സിംഗിളോ ഡബിളോ ട്രിപ്പിളോ എത്ര വേണമെങ്കിൽ ഞാൻ തരാം. സോ ബ്രൈബ് ചെയ്യാൻ നോക്കുകയാണ്, ബ്രൈബ് ചെയ്തിട്ട് കീഴ്പ്പെടുത്താൻ നോക്കുകയാണ് നമ്മുടെ ഡോക്കാബിനെ ഹാനെ. നമ്മുടെ ഡോക്കാബി, നീ എനിക്ക് പൈസ തരാനായോ? അതെ നീ എന്നെ പുറത്ത് വിടുകയാണെങ്കിൽ എനിക്ക് എത്ര ചോദിച്ചോ അത്ര ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഡോക്കാബി പൈസ, മനുഷ്യന്മാർ പ്ലാനിൻ്റെ ഇത് വെച്ചിട്ട് ഫൈബേഴ്സ് വെച്ച് ഉണ്ടാക്കുന്ന സാധനം നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഹാൻഡ് വിചാരിക്കുന്നത് പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത സാധനങ്ങളില്ല പറഞ്ഞിട്ട് പറയും. അപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ നോട്ട് കൈയോടെ കരിച്ചു കൊടുത്ത് നമ്മുടെ ഡോക്കാബി, നിൻ്റെ ഈ ഒരു ഫിൽത്തി മണിയൊക്കെ നിൻ്റെ ഒരു ടൈമിൽ നോക്കിയാൽ മതി, ഇവിടെ ഈ ഒരു പേപ്പറിനൊന്നും വാല്യൂ ഇല്ല. ഇനി മേലാൽ ഈ പരിപാടിയായിട്ട് കാശും കൊണ്ട് എന്നെ വിലക്ക് വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ തലച്ചോറിനെ അങ്ങനെ
പൊട്ടിച്ചു വിടുമെന്ന് പറഞ്ഞിട്ട് പറയാണ് നമ്മുടെ ഡോക്കാബി. ഇവൻ്റെ പ്രവൃത്തിയും കൂടി കണ്ടപ്പോൾ നമ്മുടെ ഡോക്കാബി മനസ്സിലായി ഇവന്മാരുടെ അത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല പറഞ്ഞിട്ട്. അപ്പോൾ മെയിൻ നിങ്ങൾ തന്നെ കണ്ടോ, നിങ്ങൾ തന്നെ എൻജോയ് ചെയ്യുക, നിങ്ങൾ തന്നെ രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് മെയിൻ ഇവന്മാർക്ക് സിനാറോ തന്നെ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു ചാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോൺസ്റ്റലേഷൻസും വന്നിട്ടുണ്ട്. സോ ഈ കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാനലിൽ കാണാൻ വരുന്ന വ്യൂവർ മെയിൻ മെമ്പേഴ്സ്. ഈ കോൺസ്റ്റലേഷൻസ് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അപ്കമിങ് ചാപ്റ്റേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് കോൺസ്റ്റലേഷൻസ്. സോ നമ്മൾ ഡോക്കാബി എല്ലാവർക്കും ഗുഡ് ലക്ക് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ജീവൻ ഉണ്ടെങ്കിൽ കാണാൻ പറഞ്ഞിട്ട് ഒരു ഗുഡ് ലക്കാണ്. ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് ഇങ്ങനെ ആയിട്ട് സ്ലൈഡായിട്ട് കാണിക്കുന്നുണ്ട്. സോ നമ്മുടെ ഹീറോൻ്റെ ആ ഒരു മെയിൻ സിനാരിയോ വന്ന ആ ഒരു മെസ്സേജ് ബോക്സിൽ എന്താ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും സെയിം ആണ്. സോ ഇതിൽ എന്താ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനാരിയോ ആ ഒരു മെസ്സേജിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഒന്നിൽ കൂടുതൽ ജീവനാലെ കൊല്ലുക, ടൈം ലിമിറ്റ് തരുന്നത് 30 മിനിറ്റ്, റിവാർഡ് 300 കോയിൻസ്. സോ ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ മരണം ഉറപ്പാണ്, ചെയ്തില്ലെങ്കിൽ മരണം ഉറപ്പാണ്. സോ നമ്മുടെ ഡോക്കാബി ഗുഡ് ലക്ക് പറഞ്ഞതിന് ശേഷം പറയണ്ടേ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആക്കണേ, നമ്മുടെ കോൺസ്റ്റലേഷൻസ് ഒക്കെ കാണേണ്ടി പറഞ്ഞിട്ടാണ് നമ്മുടെ ഡോക്കാബി പോകുന്നത്. സോ ഇങ്ങനെ കാണിച്ചിട്ടാണ് നമ്മുടെ ORVൻ്റെ ചാപ്റ്റർ 2 എൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ചാപ്റ്റർ 3 ആയിട്ട് വരാം.